ഹായ് മിഥുൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഒരു 53 ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വന്നതാണ്. ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണെന്നറിയാം, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുമോ? ഓക്കെ, ഇത് പിടിച്ചു. കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? കല്യാണം കഴിഞ്ഞു, ഇന്ന് റിസപ്ഷനാണ്. അതല്ലേ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ. എന്തു വന്നാലും ആദ്യം പോയി പറയുന്നത് ആരോടാണ്? ആദ്യം പോയി പറയുന്നത് വീട്ടുകാരോട്, അമ്മോടാണല്ലേ? ഓക്കെ. ആരുടെ കൂടെയാണ് ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ. അവരുടെ കൂടെയാണല്ലേ? ഓക്കെ. നടനായതിനു ശേഷം വന്ന മാറ്റം എന്തിട്ടാണ്? അവന് മാറ്റം വന്നിട്ടുണ്ട്. ഞാനായിട്ടാണ് ഇരിക്കുന്നുണ്ട്. അവിടെ മാറ്റം വരാനാ. ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? താറ്റ കൊടുക്കാറുണ്ട്. എല്ലാവരും കാണുമ്പോൾ ടാറ്റ കൊടുക്കും? അതാ കാരണം അവനും എനിക്ക് താറ്റ തരാറുണ്ട്. അപ്പം ഞാനും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. ആളുകൾ അടുത്തേക്ക് വരില്ല നമ്മളെ കാണുമ്പോൾ? അപ്പോൾ അവരോട് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാറ്? കൂടുതലായിട്ട് അവനെ ഫസ്റ്റ് നമ്മളടുത്ത് വന്ന് സംസാരിച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കുക. അല്ലാതെ അവിടെ പോയിട്ട് നമ്മളെന്താ അറിയാത്ത രീതിയിൽ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ. ഓക്കെ. നമുക്ക് വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? പിന്നെന്താ. ഓക്കെ. അതിനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതെ. പച്ചു വാ. ഇതിനടുത്ത് കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ? എന്തൊരു ടെൻഷൻ പോലെ? ടെൻഷനൊന്നും ഇല്ല അല്ലേ? ഓക്കെ. നിങ്ങൾ പരിചയപ്പെട്ടത് എവിടെ വെച്ചാണ്? മീൻസ് എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുക? നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പരിചയപ്പെട്ടത്? ഇൻസ്റ്റഗ്രാം വഴിയാണല്ലേ? ആരാണ് ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞത്? ചേട്ടനാണ് പറഞ്ഞത്? അതെ അല്ലേ. മിഥുനോടെ ചോദ്യം, പാർവതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണ്? ബോളിയും പായസം. പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ശരിയാണോ? ഓക്കെ. പാർവതിയോട് ചോദിക്കണേ, മിഥുന് ഇഷ്ടമില്ലാത്ത കാര്യം എന്തിനാ? മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മിഥുന് ഭയങ്കര ദേഷ്യം വരില്ലേ? ഓക്കെ. മിഥുനോടാണ്. ഞാൻ വിചാരിച്ചു ബോളിയും പായസമാണ്. അടുത്തത്, രണ്ടുപേരും കൂടി യാത്ര പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം ഗോവയും പട്ടായും പറഞ്ഞു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതെ, പട്ടായൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറ്റില്ലാന്ന് പറഞ്ഞു. വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ മൂന്നാറും വയനാടൊക്കെ പിടിക്കാൻ വിചാരിച്ചു. അതല്ലേ. ഓക്കെ. അതന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ. പാർവതിയോട്, ആവേശം സിനിമ എത്ര പ്രാവശ്യം കണ്ടു? 3 പ്രാവശ്യം കണ്ട? ഓക്കെ. ആവേശം സിനിമ രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടോ അതോ? ഒരുമിച്ച് കാണാൻ പറ്റിയില്ല? കാണാൻ പറ്റിയില്ല. കാണണം എന്ന് ആഗ്രഹം ഉണ്ടാ? അല്ല, രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം ഉണ്ടല്ലേ? ഓക്കെ. മിഥുനോട് ചോദിക്കണേ, പ്രണയിക്കുന്ന സമയത്ത് തല്ലുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് ആദ്യം മിണ്ടി വരുന്നത്? ഞാൻ. ശരിയാണോ? അതെ. ഇങ്ങോട്ട് അങ്ങനെ തിരിച്ചു വരില്ല? പാർവതി വരാറില്ല? ഇല്ല അല്ലേ? നമ്മളങ്ങനെ താന്നു കൊടുക്കുന്ന ആളല്ലേ? ഓക്കെ. 2 ദിവസം. ഓക്കെ. ആരുടെ വീട്ടിലാണ് നിങ്ങളുടെ ഇഷ്ടത്തെ പറ്റി ആദ്യം പറഞ്ഞത്? ചേട്ടൻ്റെ വീട്ടിൽ. ആണോ? അതെ. അതല്ലേ. ഓക്കെ. അല്ല, മിഥുനൊന്നും മിണ്ടുന്നില്ലേ? ഓക്കെ. പാർവതിയോട് ചോദിക്കണേ, മിഥുൻ റീലിലൂടെയാണ് ഇത്ര ഫേമസ് ആയത്. സിനിമയിലെത്തിയത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അതായത് മിഥുൻ റീലിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ റീലിൽ ഏത് റീലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റീല്? റീല് കാണാറില്ലേ മിഥുൻ്റെ? ഇതുവരെ കണ്ടിട്ടില്ല? ഒറ്റ റീലും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. അത് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം, എല്ലാം സെറ്റ് ആയതിനു ശേഷം കണ്ടു തുടങ്ങി. അതല്ലേ. അപ്പൊ ആ കണ്ടതിൽ ഏത് റീലാണ് ഏറ്റവും വെച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു? ചേട്ടന്റെ വീട്ടില് മിഥുന്റെ. അത് ഏത് റീലാ? ചേട്ടന്റെ വീട്ടിൽ ഒരു റീൽ ഉണ്ടായിരുന്നു. അതിൽ ഏത് റീലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കത്തിയില് സോങ് വെച്ചിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? ഓക്കെ. മിഥുനോടാണ്, ഇനി ഏത് നടൻ്റെ കൂടെ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം?
അങ്ങനെയൊന്നുമില്ല. ആഗ്രഹം ഒരു നടന്റെ കൂടെ നമുക്ക് കൂടുതൽ എനിക്ക് ആ നടന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് ഏത് നടന്റെ കൂടെയാ? അത് മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കണം ആഗ്രഹം അല്ലേ? ഓക്കെ. പാർവതിയോട് ഈ ഏത് നടനെയും നടീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? ടോവിനോ. നടി അങ്ങനെയൊന്നുമില്ല. കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഓക്കെ ഓക്കെ. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാ? അതെ. ഓക്കെ ഓക്കെ. രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണാൻ പോയ സിനിമ ഏതാ? ഇതുവരെ പോയിട്ടില്ല. പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഇല്ല അല്ലേ? കല്യാണത്തിന് മുന്നേ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് സിനിമ എന്തെങ്കിലും? അതെ അല്ലേ? ഓക്കെ ഓക്കെ. മിഥുനോട് ചോദിക്കണേ, പാർവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? ഒരംഗം കഴിഞ്ഞോളാം. ഇനി വീണ്ടും കുടുംബകാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കാണ്. ജൂൺ 27. ശരിയാണോ? മിഥുൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു? സെപ്റ്റംബർ 16. വർഷം 1992 അല്ലേ? ഓക്കെ ഓക്കെ. ശരിയാണോ മിഥുനെ? ഓക്കെ അല്ലേ? എന്തൊരു ഡൗട്ട് പോലെ. പാർവതിയോണ്ടാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടോ? ഒട്ടും താല്പര്യമില്ല. ഓക്കെ. പിന്നെ പാർവതിയോട് തന്നെ മിഥുൻ്റെ അടുത്ത് ഒരുപാട് പേര് സെൽഫി എടുക്കാനൊക്കെ വരില്ലേ? അപ്പോൾ പാർവതിക്ക് എന്താ തോന്നാറ്? പ്രൗഡ് മൊമെൻ്റ് ആണല്ലേ? ദിവസവും ചെയ്യുന്ന 3 കാര്യങ്ങൾ രണ്ടുപേരും? ദിവസം ചെയ്യുന്ന കാലത്തേക്കും പല്ലേക്കും അല്ലേ? പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലടിച്ച് കൂടി പൊളിക്കും അല്ലേ? സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ മിഥുൻ ഇപ്പോൾ ആരാകുമായിരുന്നു? ഗ്രാഫിക് ഡിസൈനർ. ആണോ? ആണ്. ഓക്കെ. ഇഷ്ടപ്പെട്ട വസ്ത്രം രണ്ടുപേർക്കും? മിഥുന് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്? പാർവതിയോട് ടീഷർട്ട്, പാൻറ്. ഓക്കെ. പാർവതിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാ? ചുരിദാർ, പിന്നെ വീട്ടിലുള്ള ആളാണെങ്കിൽ ടീഷർട്ട്, ഫാന്. ഓക്കെ. രണ്ടുപേരും ഏറ്റവും രസകരമായ ഒരു ഓർമ്മ എന്താണ്? ഫസ്റ്റ് കണ്ടുമുട്ടിയതായിരിക്കും. അതെ. അതാണോ മിഥുനെ? ഫസ്റ്റ് കണ്ടുമുട്ടിയത് അല്ലേ? അതെ. ജീവിതത്തിൽ എന്ത് നടന്നാലും ആദ്യം പോയിട്ട് പറയുന്നത് ആരോടാണ്? അമ്മയോട്. മിഥുനോ? രണ്ടുപേരും അമ്മയോടാണ്. അമ്മോടാണ് ഫസ്റ്റ് പറഞ്ഞത് എല്ലാം. രണ്ടുപേരും മൊബൈലിൽ എത്ര നേരം സമയം ചെലവഴിക്കാറുണ്ട്? ഞാൻ വളരെ കുറവാണ്. അല്ലാതെ ഉപയോഗിക്കുന്നത്? നോർമലി മൊബൈലിൽ നമ്മൾ എത്ര നേരം സമയം ചെലവഴിക്കാറുണ്ട്? വളരെ കുറവാണ്. രണ്ടുപേർക്കും ഇപ്പോൾ മൊബൈൽ ഉപയോഗം ഭയങ്കര കുറവാണ്. എനിക്ക് ഉണ്ട് മൊബൈൽ കാര്യങ്ങളൊക്കെ നോക്കും. എന്നാൽ പോലും ചേട്ടൻ ഉപയോഗിക്കും. അതെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇൻസ്റ്റാഗ്രാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അത്ര തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരാണ്? വ്യക്തികളോ ആരെങ്കിലും ഉണ്ടോ? അമ്മ. അപ്പം ഞാനല്ല. മിഥുന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി? ഇവനൊക്കെ തന്നെ. അമ്മ തന്നെയാണ്. അച്ഛനും പിന്നെ അനിയന്മാര്, പിന്നെ ചേട്ടൻ, പിന്നെ സാമ്, പിന്നെ നമ്മുടെ ചേച്ചി. ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ സ്വാധീനിച്ച വ്യക്തികൾ. സ്വാധീനം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മൂല്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? മൂല്യങ്ങൾ റെസ്പെക്റ്റ്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ. മിഥുന്? പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ. മിഥുൻ, സിനിമയിൽ അവസരം കിട്ടിയപ്പോളേ ആദ്യം വിളിച്ചു പറഞ്ഞത് ആരെയാ? മിഥുനോട്. എന്നാണോ ആദ്യം വിളിച്ചു പറഞ്ഞത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? ഇങ്ങോട്ടായിരുന്നു കോള് വന്നത്.
അല്ല, മിഥുന് ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്നുള്ള മിഥുൻ അറിഞ്ഞല്ലോ. ഇന്ന പടത്തിൽ തന്നെ കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞത് ആരെയാ? ഇപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞാൽ അമ്മോടൊക്കെ തന്നെ ആയിരിക്കും. ഓർമ്മ അമ്മോട് തന്നെയാവും. അമ്മോട് തന്നെയാണ് വിളിച്ചു പറഞ്ഞല്ലേ? നമ്മളെ വീട്ടിൽ നമ്മളാണല്ലോ ഫസ്റ്റ് കോൾ വന്നത്. ഓക്കെ. പിന്നെ അനിയന്മാരാണ് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ. പാർവതിയോട് വിളിച്ചു പറഞ്ഞിരുന്നു? ഞങ്ങൾ പിന്നെ പരിചയപ്പെട്ടപ്പോൾ. അതെ. അത് കേട്ടപ്പോൾ എന്ത് തോന്നി? എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ. ഇങ്ങനെ ഒരു ഇതുണ്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞോളൂ. അതല്ലേ? ഓക്കെ ഓക്കെ. മിഥുനെ, സിനിമയല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഇഷ്ടങ്ങളോ? ഞാൻ കളിക്കാൻ പോകും. എന്താണ് കളിക്കാൻ പോകുന്നത്? ഫുട്ബോളാണോ? ഫുട്ബോളാണോ ഭയങ്കര ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ. പാർവതിക്കോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എഴുതും. അതല്ലേ? വായിക്കണം. അപ്പോൾ ഈ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലെയർ ആരാ? ഇഷ്ടമുള്ള പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെന്തുകൊണ്ടാണ്? ആണ് പല ആൾക്കാർക്കും പല മാതൃകയായിട്ടുള്ളൊരു മനുഷ്യനെ കൂടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആളെ ഇൻസ്പിറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ? ഓക്കെ ഓക്കെ. പാർവതിനും കൂട്ടി പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം ഏതാ? ചേട്ടനോടാ. പാർവതിയും കൂട്ടി പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം? ടൂർ പോവാ. അല്ല, എവിടെയാണ് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല. കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ? സാധാരണ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എത്രയൊക്കെ ബില്ല് വരാറുണ്ട്? ഞാൻ വളരെ തുച്ഛമായിട്ടുള്ള പരിപാടി ഞാൻ ചെയ്യാറുള്ളൂ. ഒരു 500 വെച്ച് 1000. അതല്ലേ? വളരെ ലളിതമായ രീതിയിലാണ് പൈസ ചിലവാക്കാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് എന്തിനാ? ഞാനോ? അങ്ങനെ ചിലവാക്കാറില്ല. പൈസ ചിലവാക്കാറില്ല. എന്നാലും നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പൈസ കുറച്ചധികം ചിലവാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇന്ന കാര്യത്തിന് ഞാൻ പൈസ ചിലവാക്കും, അതിന് ഞാൻ പൈസ നോക്കില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെ. അതല്ലേ? അതേപോലെ തന്നെ മിഥുനോട് ഈ വില്ലനെ കണ്ടിട്ട് സിനിമയിൽ നിന്ന് ആദ്യം വിളിച്ചത് ആരാ? ആദ്യം വിളിച്ചത് എനിക്ക് തോന്നുന്നത് അഖിൽ പോള്, ഐഡൻറ്റിറ്റിയുടെ ഡയറക്ടർ. അപ്പോൾ എന്ത് തോന്നി? അടുത്ത വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, ഹാപ്പിയാണ്, നന്നായിട്ടുണ്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആശംസിച്ചു. അങ്ങനെയൊക്കെ. അതല്ലേ? ആവേശം ടീമുമായിട്ട് ഇപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? ഉണ്ട്. അന്ന് വിളിക്കാറുണ്ട്, ചിത്രനെ വിളിക്കും, ഷിഫാനെ വിളിക്കാറുണ്ട്. അത് അവന് തിരക്കാണ് എങ്കിൽ പോലും ഞാൻ കുറച്ചായിട്ട് സമയമെടുത്ത് വിളിക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏത് പടത്തിലാണ് അഭിനയിക്കുന്നത്? ഇപ്പോൾ മേനെ പ്യാരിക്ക കഴിഞ്ഞു. പിന്നെ നേരെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി തോന്നുന്നു കേട്ടോ. കഴിയാറായി. ഇനിയൊരു നമുക്കൊരു 4 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ആണോ? ഹായ്. എല്ലാവരും വന്നു തുടങ്ങിയല്ലോ അല്ലേ? ഓക്കെ. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികളുടെ ലഹരി ഉപയോഗത്തിനെ പറ്റി എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? സമൂഹത്തിനോട് പറയാനുള്ളത് എന്താണുള്ളത്? മിഥുനോട്. ലഹരിയോട് ഒരു ഇത്ര അധികം ആളുകൾ അറിയുന്നൊരു നടനും എന്ന നിലയ്ക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത് അവരോട്? ലഹരി നമ്മളെ തിന്നാതെ നോക്കുക, നമ്മളെ ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു സംഭവത്തിലേക്ക് കടക്കാതെ നോക്കുക. ഇപ്പോഴത്തെ ഒട്ടുമിക്ക പിള്ളേരും എന്ത് തന്നെ പറഞ്ഞാലും അതിനോട് ലഹരിയോട് അടിമപ്പെട്ട് പോയി കഴിഞ്ഞു. ഇനി തിരിച്ചു കൊണ്ടുവരേണ്ടത് വളർന്നു വരുന്ന തലമുറ തന്നെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ അതില്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും ഇങ്ങനെ കാണുന്നത് മൊത്തത്തിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ തന്നെ മുൻഗണന എടുത്ത് അത് തിരുത്തി തന്നെ വേണം. ഓക്കെ. പാർവതിയോട്, മിഥുൻ സിനിമയിൽ അഭിനയിക്കുന്നതോട് ഇഷ്ടമാണോ? ചേട്ടന് അതല്ലേ ഇഷ്ടം. ചേട്ടന് ഇഷ്ടമായതുകൊണ്ടാണോ അതോ? അല്ല, ചേട്ടന് അതൊക്കെയാ ഇഷ്ടം. ചേട്ടൻ്റെതായ ആഗ്രഹങ്ങളുണ്ടല്ലോ, കൂടെ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. മിഥുനോടാണ്, ജീവിതത്തിൽ എത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. എത്തിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം കാര്യങ്ങളൊന്നുമില്ല.
അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും അങ്ങനൊന്നൊരു ഇതൊന്നും ലക്ഷ്യങ്ങളൊന്നുമില്ല. ലക്ഷ്യങ്ങൾ ദൈവം സഹായിച്ച് പടങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളൊക്കെ കഴിയാറായിട്ട്. രണ്ടുപേരും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഫാമിലിയോട്. ഓക്കെ, 90s കിഡ്സ് ഉണ്ടല്ലോ, 90s കിഡ്സിനെയാണോ അതോ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ 2K കിഡ്സ് ഉണ്ട്, ഇവരെയാണോ കൂടുതൽ, ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ജനറേഷനിൽ 90s ആണോ 2K ആണോ? അങ്ങനെ ചോദിച്ചാൽ 90s കൊള്ളാം. 90s കൊള്ളാം ആണോ? മിഥുനോ? എനിക്ക് 2K ആൻഡ് 90s എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ. ഓക്കെ, സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ആരായിരുന്നു? 90s ആണോ 2K കിഡ്സ് ആണോ? കൂടുതൽ പലയിടത്തും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നതും 2K ആയിരിക്കും. 2K ആണോ ഏറ്റവും കൂടുതൽ വരുന്നത്? ഓക്കെ, റീൽസൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? റീൽസ് കുറവാണ്, ചെയ്യണം. അതല്ലേ. അടുത്ത സുഹൃത്ത് ആരാണ്? സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് സാം, പിന്നെ സിജോ, പിന്നെ റിജോ, ഷൈൻ പാടം, ലിമിൻ. ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവില്ല, ഓരോരുത്തരുടെ പേര് മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പാർവതിയോടാണ്. മിഥുൻ ആദ്യമായി തന്ന സമ്മാനം എന്തിനാ? എന്താണ് മിഥുൻ തന്ന ആദ്യ സമ്മാനം? നേരിട്ട് തന്നതോ അല്ലാതെ വാങ്ങാൻ പറഞ്ഞു? എങ്ങനെയാണെങ്കിലും മിഥുൻ ആദ്യമായി തന്ന സമ്മാനം എന്താണ്? ബാഗ് വാങ്ങിച്ചു. ബാഗാണോ ആദ്യമായിട്ട് മേടിച്ചത്? അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്? അതുണ്ട്, അമ്മ കൊണ്ടുവന്നതാണ്. അമ്മ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഇത്ര തിരക്കിനിടയിലും ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക് യു. ഇത്രയധികം ക്വസ്റ്റ്യൻ ചോദിച്ചതിനും ഒരുപാട് സന്തോഷം. ഓക്കെ താങ്ക് യു.